ഭാരതത്തിലെ പുരുഷന്മാർക്ക് സ്വഭാവത്തിൽ ഒരു കുറവുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. സുപ്രധാന തീരുമാനങ്ങളൊക്കെ അവരെടുക്കുന്നത് തനിയാണ്. വീട്ടിലെ മറ്റ് അംഗങ്ങളോട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 80% ആൾക്കാരും തനിയെ താനാണ് അതിന് അധികാരപ്പെട്ടത്, തനിക്കത് കഴിയൂ എന്നുള്ളൊരു ധാർഷ്ട്യത്തോടെ ആണ് പെരുമാറുന്നത്. അവർക്ക് മറ്റാരോടും ചോദിക്കേണ്ട കാര്യമില്ല എന്ന്. എന്നാൽ ഭാര്യയോട് ആ കാര്യം ആലോചിക്കേണ്ടതാണ്. നിശ്ചയമായിട്ടും അത് ഗുണം ചെയ്യും. കാരണം പുരുഷന്മാർ ഏത് കാര്യവും ലോജിക്കായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും കാര്യകാരണ സഹിതങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തും. എന്നിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അത് ആവശ്യമാണ്, അത് നല്ലതാണ്. എന്നാൽ സ്ത്രീക്കൊരു പ്രത്യേക യോഗ്യതയുണ്ട്. അത് പുരുഷന്മാർ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ അവർ ബോധപൂർവം അവഗണിച്ച് കളയുന്നു. സ്ത്രീയുടെ പ്രത്യേകത, പുരുഷൻ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ സ്ത്രീ പെട്ടെന്നൊരു തോന്നലാണ് അവർക്ക്, ഒരു മനസ്സിലാക്കൽ. ഒരു സെക്കൻഡ് ഒന്ന് കാണുന്നത് കൊണ്ടോ ഒരു കാര്യം ഒന്ന് കേൾക്കുന്നത് കൊണ്ടോ ആളിനെക്കുറിച്ച് ഒന്ന് ഓർക്കുമ്പോഴോ വന്നു ചേരുന്ന ഒരു അറിവുണ്ട്. എല്ലാ സ്ത്രീക്കുമുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് കഴിവുകളോ അറിവുകളോ ഒന്നും ബാധകമല്ല. ചെയ്യുന്ന ജോലിയുമായിട്ടൊന്നും ബന്ധമില്ല. സ്ത്രീക്ക് തോന്നൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടാവാറുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിൽ അത് സ്വീകരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് പുറത്ത് പറഞ്ഞൊന്നും വരികയില്ല. അത് സ്വയം അങ്ങ് ഒതുക്കുക പതിവ്. കാരണം അത് ഒരു പ്രധാന കാരണം അവരുടെ ബ്രെയിനിൻ്റെ വലത്ത് സൈഡ്, വലത്തെ ഭാഗം നല്ല പ്രവർത്തനക്ഷമത ഉണ്ട്. അതുകൊണ്ടാണ് വലത്തെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ലോജിക്കായിട്ടല്ല ചിന്തിക്കുന്നത്. ഒരുവിധം അബോധതലത്തിൽ നിന്ന് വരുന്ന അറിയിപ്പുകളാണ് അവർ സ്വീകരിക്കുന്നത്. എങ്ങുന്നോ എന്നറിയാത്ത വന്നു ചേരുന്ന ആശയങ്ങൾ അത് സ്ത്രീക്ക് വളരെ കൂടുതലാണ്. ഒരാളെ ഒന്ന് വിലയിരുത്താൻ അവർ ഒരു നിമിഷം ഒന്ന് കണ്ടാൽ മതി. ഒറ്റ നിമിഷം, ഒരേ നിമിഷം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു വിലയിരുത്തൽ വരും ആളിനെക്കുറിച്ച്, പുരുഷനെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും. അത് 80% ശരിയുമായിരിക്കും. 80% ശരിയാകുന്നത് ആ ഒരു വെറും തോന്നൽ. കൂടുതലൊന്നും അറിയാതുള്ളവർ പെട്ടെന്ന് തീരുമാനത്തിലെത്തുന്നതാണ്. അത് പറയേണ്ടടുത്ത് പറയും. പ്രലോഭനങ്ങളൊന്നും ചെയ്യാതിരിക്കാമെങ്കിൽ അത് പറയുകയും ചെയ്യും. സന്തോഷമായിട്ട് ആ അഭിപ്രായം പറയുകയും ചെയ്യും. അത് സ്വീകരിക്കാമെങ്കിൽ അത് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. എന്നാൽ പുരുഷനത് അറിവില്ലായ്മ, അവൻ്റെ ലോകപരിചയമില്ല എന്നൊക്കെ ധരിച്ച് അവഗണിച്ച് കളയും. അതൊരു വലിയ നഷ്ടമാണ് വരുത്തുന്നത്. പുരുഷനെപ്പോഴും ഇടത് സൈഡാണ് ബ്രെയിനിൻ്റെ വർക്കിങ്, നല്ല വർക്കിങ്. അതുകൊണ്ട് ലോജിക്കായിട്ട് ചിന്തിച്ചു, കാര്യകാരണ സഹിതം ചിന്തിച്ച് മുൻകാല അയാളുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് അങ്ങനെ മനസ്സിലിട്ട് കാര്യങ്ങളിൽ ചിന്തിച്ച് വരും. അത് 80% ശരിയായെന്ന് വരാം. സ്ത്രീ ഒന്നും പഠിക്കാതെ പെട്ടെന്ന് തോന്നുന്നത് 80% ശരിയാകും. മറ്റേ പുരുഷന്മാർ 80 വരികയില്ല, ഒരു 70% വരെയൊക്കെ ശരിയാവുള്ളൂ. ലോജിക്കായിട്ട് കാര്യകാരണ സഹിതം ഒരു 3 മാസം പഠിച്ചാൽ. സ്ത്രീക്ക് ഒറ്റ നിമിഷം മതി. അങ്ങനെ ഉള്ള ഒരു മഹാസത്യം ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് അന്യരാജ്യങ്ങളിലെല്ലാം അത് മുതലെടുക്കുന്നുമുണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ സ്ത്രീക്കും തക്കതായ ചാൻസ് കൊടുക്കും. അവരുടെ കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങളൊക്കെ തെറ്റ് വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ ഏത് കാര്യത്തിലും. ഇവിടെ തനിയെ എടുക്കുന്ന പുരുഷനെടുക്കുന്ന തീരുമാനം ഒരു മേൽക്കോയ്മ മനസ്സ് വെച്ചു പുലർത്തുന്നതാണ് ഇതിന് കാരണമായത്. അത് പൗരാണിക കാലം മുതൽ ഭാരതീയ ജനതയിൽ എങ്ങനെയോ വന്നുകൂടിയ ഒരു വിപത്താണ്. അത് ഈ മനുസ്മൃതിയും ഒക്കെ കുറച്ച് സ്വാധീനം ചെലുത്തി കാണുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വരികയില്ലല്ലോ. ഭാരതജനത പൊതുവെ ഇങ്ങനെയാണ് സ്ത്രീ കൊടുക്കുന്ന പ്രാധാന്യം. ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾക്ക് ദേവിയായിട്ട് കരുതും, ആരാധിക്കും.
ഒന്നും കുഴപ്പമില്ല. അവർക്ക് വലിയ ഗൗരവം, അതുപോലെ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും, സ്നേഹവുമാണ്, എല്ലാം കൊള്ളാം. പക്ഷെ അവരുടെ തീരുമാനങ്ങൾക്ക് അവരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അതുകൂടെ എടുക്കാമെങ്കിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ കൂടുതലാണെന്ന് ഇനിയെങ്കിലും മുസ്ലിംമാരെന്ന് അറിഞ്ഞിരിക്കണം. ഇത് ശരിയായ അനുഭവത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. പലരിൽ നിന്ന് കിട്ടിയ പല ആൾക്കാരിൽ നേരിട്ട് ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണിത്. ഇത് വിശദീകരിച്ചാൽ തീരത്തത്ര ഒരു വിഷയമാണിത്. വളരെ വിപുലപ്പെട്ട ഒരു വിഷയമാണിത്. ഇതിൻ്റെ വശങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും ഇതിനെക്കുറിച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. PM മാത്യു സാറ്, വെല്ലൂർ സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ, അദ്ദേഹം മരിച്ചുപോയി. PM മാത്യു സാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും, പല അഭിമുഖങ്ങളിലും. ഇത് വേറെ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനഃശാസ്ത്രജ്ഞന്മാരെ അത് പറയുന്നത്. കാരണം സാധാരണ മനുഷ്യന് മനസ്സിലാകില്ലത്. അവർക്കൊരു കുറവുണ്ട്, അവൻ പുരുഷനേക്കാൾ താഴെയാണെന്ന് തോന്നിൽ അങ്ങ് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുക. അതൊന്ന് മാറ്റി എഴുതാൻ പോലും ഒന്ന് പുനർവിചിന്തനം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല മനുഷ്യൻ. ഏത് കാര്യം ചോദിക്കാവുന്ന, ഏത് കാര്യത്തിലും തക്കതായ പ്രലോഭനയ്ക്കല്ലേ, പ്രലോഭിച്ചാൽ പറഞ്ഞില്ലെന്ന് വരും. പ്രലോഭനമില്ലാതെ പെട്ടെന്ന് ആലോചിച്ച് പറയാൻ സമയം കൊടുത്താൽ ചിലപ്പം തെറ്റിപ്പോയെന്ന് വരും. ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ഇന്ന പോലെയാണ്, എങ്ങനെയാണ് ആ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അഭിപ്രായം പറയും. ആ പറയുന്നത് 80% ശരിയാവും, അത് ഉറപ്പാണ്. ഒന്ന് പരിശോധിച്ച് നോക്ക്. അതിനകത്തൊരു മാറ്റം വരികയില്ലെന്ന് അവരുടെ നിഗമനങ്ങൾ 80% പ്രാവശ്യവും ശരിയാവും. അത് ഒരു സത്യമാണ്. ഓക്കെ.